അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ഐട്രബിൾസിനെ പറ്റിയായിരുന്നു നോക്കുന്നത്. അപ്പോൾ ഐട്രബിൾസിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നു, എന്തൊക്കെ എങ്ങനെയാണ് ഒരു ഐട്രബിളിനെ ചേഞ്ച് ചെയ്യുന്നത്, ഇതിനെ പറ്റിയൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് നോക്കിയത്. ലിസ്റ്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടാണ് ഏകദേശം എല്ലാ മെത്തേഡ്സ് ആണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും ഒക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ വർക്ക് ചെയ്യും. ചിലതൊന്നും എല്ലാത്തിലും വർക്ക് ചെയ്യില്ല. ഓക്കെ, ചിലതൊന്നും എല്ലാത്തിലും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ നേരത്തെ നോക്കിയ മെത്തേഡ്സ് ഒന്നും കൂടി ഓരോ ടൈപ്പുകളിൽ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് ഐട്രബിൾസ് ഉണ്ട്. രണ്ട് ഐട്രബിൾസ് ഏതൊക്കെയാണ്? ടപ്പിൾ ഉണ്ട്, പിന്നെ വേറൊന്ന് നമ്മുടെ സെറ്റാണ്. ടപ്പിളിന്റെ പ്രശ്നം എന്താണ്? ടപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പൊ ടപ്പിളിലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടപ്പിളിനകത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ലെങ്ത് നോക്കാം. ഓക്കെ, ടപ്പിളിന്റെ ലെങ്ത് നോക്കാം. പിന്നെ വേറൊന്ന്, ടപ്പിളിനകത്ത് നമുക്ക് പിന്നെ നമ്മൾ കണ്ട ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡും കൗണ്ട് എന്ന് പറയുന്ന മെത്തേഡും നമുക്ക് നോക്കാം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ടപ്പിളിനകത്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ടപ്പിളിനെ ഓൾട്ടർ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു സാധാരണ നമ്മളൊരു ലിസ്റ്റിനെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ലിസ്റ്റിനെ ഓൾട്ടർ ചെയ്യുന്നത് അല്ല, എന്നിട്ട് ഇതിലെ ഏതെങ്കിലും ഒരു എലിമെന്റിനെ നമ്മൾ എടുത്തിട്ട് ചേഞ്ച് ചെയ്യും. ഇങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ടപ്പിളാക്കണം. ഓക്കെ, അപ്പൊ ടപ്പിള് കൃത്യമായിട്ട് ഇത് മറുപടി തരുന്നുണ്ട്. ടപ്പിൾ ഓബ്ജക്ട്സ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്താലും, ഇനി പോട്ടെ, നമ്മൾ ടപ്പിളിനകത്ത് നമ്മൾ ഒരു എലിമെന്റ് ആഡ് ചെയ്യാൻ നോക്കാന്ന് വെച്ചു. പ്ലസ് ഉപയോഗിക്കാൻ നോക്കും. നമ്മൾ ഇത് തന്നെ നേരെ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നു. ഈ ഒരു പരിപാടി മാത്രമാണ് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ അത് എന്താ പറയാ, പുതിയ ഒരു വേരിയബിളിലേക്കാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൈ ടപ്പിൾ
ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം അപ്പൻഡ് നോക്കാന്ന് വെച്ചോ, വീണ്ടും അപ്പൻഡ് എന്ന് പറയുന്ന പരിപാടി തന്നെ ടപ്പിളിനില്ല. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ നോക്കിയ എക്സ്ട്രാ എന്ന് വെച്ചാൽ ഒരു എലിമെന്റിനെ ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടപ്പിളിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കുക, ഈ മൈ ടപ്പിളിനെ ആദ്യം നമ്മളൊരു ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. മൈ ടപ്പിളിനെ ലിസ്റ്റിലേക്ക് ഇങ്ങനെ കാസ്റ്റിംഗ് നടത്തുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈ ലിസ്റ്റിനെ എടുത്ത് ഇത് ചെയ്യുക, മൈ ലിസ്റ്റിനെ ഓൾട്ടർ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇതിനെ ടപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു വഴി മാത്രമേ ടപ്പിളിലും അതുപോലെ തന്നെ സെറ്റിലും ഒക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടപ്പിൾ ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അതിനെ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, പുതിയൊരു വേരിയബിൾ ആയിട്ട് ലിസ്റ്റിൽ ചേഞ്ച് വരുത്തുക. അത് കഴിഞ്ഞ് ടപ്പിളിലേക്ക് വീണ്ടും ലിസ്റ്റിനെ റീഅസൈൻ ചെയ്യാം. അപ്പൊ ഇത് വർക്ക് ചെയ്യും. ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സെറ്റിന്റെ കേസിലാണെങ്കിലും ടപ്പിളിന്റെ കേസിലാണെങ്കിലും ആകെ വർക്ക് ചെയ്യുന്നത് ലെങ്ത്തും, പിന്നെ ടപ്പിളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കൗണ്ടും ഇൻഡെക്സും ആണ്. അപ്പോ ടപ്പിളില് കൗണ്ടും ഇൻഡെക്സും വർക്ക് ചെയ്യും. സെറ്റിൽ എന്തുകൊണ്ടാണ് കൗണ്ടും ഇൻഡെക്സും വർക്ക് ചെയ്യാതെ? ആരെങ്കിലും പറയാമോ? ഞാനിത് തന്നെ എടുക്കാം. സബ്സെറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതല്ലേ? ഏതാ? സെറ്റിലോ? അല്ല, നോൺ റിപ്പീറ്റബിൾ ആണ്. പിന്നെ രണ്ടാമത് വേറെ കാര്യം കൂടിയുണ്ട്. കൗണ്ട് നടക്കാത്തത് നോൺ റിപ്പീറ്റബിൾ ആയതുകൊണ്ടാണ്. കറക്റ്റ്. പിന്നെ ഇൻഡെക്സ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്? ഇൻഡെക്സ് വർക്ക് ചെയ്യാത്തത് വേറൊന്നുമല്ല, സെറ്റിനകത്ത് എന്താണ്, സെറ്റ് ഓർഡേർഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡറിലായിരിക്കില്ല സെറ്റ് സ്റ്റോർ ചെയ്യുക. ഓരോ വട്ടം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോ നമ്മള് മൈ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇതാക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ ഈ 8 2 വട്ടം കൊടുത്താലും ഇത് 8 വരിക പല വട്ടമായിട്ട്. ഇനി നോക്കുക, ഞാൻ ഓരോ വട്ടം ഇത് ഓടുമ്പോഴും ഇപ്പൊ 8 2 6 ആണ് വന്നത്. അടുത്ത വട്ടം അത് ചിലപ്പോ ചേഞ്ച് ആവും. ഈ വട്ടം ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളത് മുമ്പ് കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിന് തോന്നുന്ന പോലെയാ ചിലപ്പോ പ്രിന്റ് ചെയ്യാം. എന്ത് പറ്റി? പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ല, അത് വേറെ കാര്യം. ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് കൊടുക്കണം, എങ്കിലേ അങ്ങനെ പെട്ടെന്ന് മാറുള്ളൂ. അല്ലെങ്കിൽ കുറെ ഐറ്ററേഷൻ വേണം തോന്നുന്നു അല്ലെ? 8 2 6 ഇല്ല, കോംപ്ലക്സും കൂടി കൊടുത്തു നോക്കാം. നമ്മളന്ന് കോംപ്ലക്സും ഒക്കെ കൊടുത്തപ്പോഴാണത് വന്നത്. ഓക്കെ, ഇപ്പൊ അങ്ങനെ വരുന്നില്ല. അപ്പൊ ഇത് റാൻഡം ആയിട്ടായിരിക്കും ചിലപ്പോൾ വരിക. ഇതിപ്പോ നമ്മൾ കൊടുത്ത അതേ ഓർഡറിൽ വരുന്നുണ്ട്, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ചേഞ്ച് ആവുന്നുണ്ട്. എനിക്കൊന്ന് കുറെ വട്ടം ഓടിച്ചു കഴിയുമ്പോൾ അപ്പം റാൻഡത്തിൽ പോലും അത് ഒരു ഇത് വരുന്നില്ല എന്നുള്ളതാണ്. റാൻഡം ആണെന്ന് പോലും പറയാൻ പറ്റുന്ന രീതിയിലല്ല. ഓക്കെ, അപ്പൊ സെറ്റില് എന്താണ്, നമ്മുടെ കൗണ്ട് ആണെങ്കിലും പിന്നെ ഇൻഡെക്സ് ആണെങ്കിലും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് അതും അവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ടപ്പിളിൽ ഓർക്കുക, ലെങ്ത് എന്ന് പറയുന്നത് ശരിക്കും ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് ഇന്റജർ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ലെങ്ത്തിലേക്ക് നമുക്ക് ഇതിനെ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ടിങ് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ടപ്പിൾ എടുക്കുകയാണെങ്കിൽ? കാരണം ടപ്പിൾ എന്ന് പറയുന്നത്, സോർട്ട് എന്താ ചെയ്യുന്നത്,
സോർട്ട് നമ്മൾ ലിസ്റ്റിൽ സോർട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് തരും അല്ലെ? എന്തിനെയാ സോർട്ട് ചെയ്യുക? എന്തിനെയാ സോർട്ട് ചെയ്യുക? അതേ ലിസ്റ്റിനെ തന്നെയല്ലേ സോർട്ട് ചെയ്യുന്നത് അല്ലെ? നമ്മളിവിടെ വേറൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ലിസ്റ്റ് എടുത്തു, ലിസ്റ്റിനെ തന്നെ സോർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, 2, 6, 8 ഇവിടെ 8ഉം 6ഉം തമ്മിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ നമ്മള് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് കണ്ടില്ലേ? അതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, അല്ല ഇത് വേറെ സാധനമാണ്, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡറിൽ നിന്നും അതിനെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് തരും. അപ്പൊ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. വീണ്ടും അത് അത്ര എനിക്ക് തോന്നുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്താ പറയാ, നമ്മളാ ഇത് ചെക്ക് ചെയ്തിരുന്നില്ലേ, എന്താ പേര് മലയാളം? പാലിൻഡ്രോം. അതെ, പാലിൻഡ്രോം ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചിലപ്പോ ഈ റിവേഴ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ റിവേഴ്സ് വേറൊന്നുമല്ല, 2, 8, 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് മൈ ലിസ്റ്റിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 6, 8, 2 എന്ന് വരും. ഓക്കെ, അപ്പോ സോർട്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് എന്തില് ഉപയോഗത്തിൽ വരില്ല? വീണ്ടും നമ്മുടെ സെറ്റിലോ ഇതിലോ വരില്ല. ഇനി ഇത് ഉപയോഗത്തിൽ വരാൻ സാധ്യതയുള്ള പിന്നെ ഒരാള് ഡിക്ഷണറിയാണ്. ഓക്കെ, അപ്പൊ ഡിക്ഷണറിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിക്ഷണറിയിൽ എപ്പോഴും എന്താ ഉള്ളത്? കീയും വാല്യൂ ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ ഇതിന് കീ കൊടുക്കുകയാണ്. കീ ഇത് നമ്മൾ ഇപ്പൊ കൊടുത്തേക്കുന്ന വാല്യൂസ് തന്നെയാണ്. അപ്പൊ ഡിക്ഷണറിയുടെ പ്രത്യേകത എന്താ? ഡിക്ഷണറി വേറൊന്നുമല്ല, ഡിക്ഷണറിയും ഒരു ലിസ്റ്റ് പോലെ തന്നെയാണ്. ഓക്കെ, ഒരു ലിസ്റ്റ് പോലെ തന്നെയാണ്. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റില് ഇല്ലാത്ത 1-2 കാര്യങ്ങളും കൂടി ഡിക്ഷണറിക്കകത്തുണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ഷണറിയും ഒരു ടൈപ്പ് ഓഫ് ലിസ്റ്റ് ആണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിനകത്ത് സിസ്റ്റം നമുക്ക് വേണ്ടി ഇൻഡെക്സുകൾ സെറ്റ് ചെയ്യും. ഡിക്ഷണറിയിലേക്ക് എത്തുമ്പോൾ ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ? ആ ഇൻഡെക്സിനെ നമ്മൾ പിന്നീട് ഇൻഡെക്സ് എന്നല്ല വിളിക്കുക, നമ്മൾ അതിനെ വിളിക്കുക കീ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് എലിമെന്റ് 2, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ എലിമെന്റ്. ഓക്കെ, മൂന്നാമത്തെ എലിമെന്റ് ശരി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിക്ഷണറിയിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഈ ബനാന ലാസ്റ്റിലേക്ക് കൊടുക്കും. ഇത് കണ്ടോ, സോർട്ട്. അപ്പൊ ഇതിന് മൈ ഡിക്ഷണറിക്കകത്തും സോർട്ട് എന്ന് പറയുന്ന പരിപാടി വർക്ക് ചെയ്യില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തിനെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്? മനസ്സിലായോ? ഇതിന് 2 പാർട്ട് ഉണ്ട്. കീ വെച്ചിട്ടാണോ അതോ വാല്യൂ വെച്ചിട്ടാണോ? ഏത് വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്? അപ്പൊ ഡിക്ഷണറിക്കകത്തും ഇങ്ങനെ സോർട്ട് എന്ന് പറയുന്ന പരിപാടി വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ഡിക്ഷണറി നമ്മൾ നേരത്തെ മുമ്പ് നമ്മൾ കമ്പാരിസൺ എഴുതിയായിരുന്നു അല്ലെ? നമ്മൾ മുമ്പ് കമ്പാരിസൺ എഴുതിയത് ഓർമ്മയുണ്ടോ? ആരുടെങ്കിലും കയ്യിലുണ്ടോ ആ കമ്പാരിസൺ നമ്മൾ ചെയ്തത്? ഒരു സെക്കൻഡ്, ഞാനത് എടുക്കാം.
ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാണ്. നമ്മളൊരു കമ്പാരിസൺ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു ഡിക്ഷണറിയുടെയും ഇതിന്റെയൊക്കെ. അപ്പൊ ഡിക്ഷണറിയും ലിസ്റ്റ് ബാക്കിയുള്ളതിലും വെച്ചിട്ട് ഉള്ള ഒരു മെയിൻ കമ്പാരിസൺ എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. നോക്കാം, എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ പറ്റി. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ പറ്റി എഴുതിയായിരുന്നു. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ലിസ്റ്റ് ഡയറക്ട്ലി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തായിരുന്നു അല്ലെ, ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതിയായിരുന്നു. ഡിക്ഷണറിയുടെ കേസിൽ എക്സ്റ്റൻഷൻ അല്ല, ശരിക്കും നമുക്ക് പുതിയ കീ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഇവിടെ വന്നിട്ട് നമ്മൾ ഡിക്ഷണറിയിൽ മൈ ഡിക്ഷണറി നമ്മൾ ഒരു കീ പുതിയതായിട്ട് കൊടുക്കുകയാണ്. ഈ കീ ഒരേ ടൈപ്പ് ആവണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു കീയിലേക്ക് നമ്മൾ പുതിയൊരു വാല്യൂ കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ അപ്പൻഡ് ചെയ്യുന്ന ഇതിനെ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള എന്ത് ചെയ്യുന്നത്, ഓൾട്ടർ ചെയ്യുന്ന ഒരു പരിപാടി. ഓക്കെ, ഓൾട്ടർ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ നമ്മൾ നേരത്തെ ഓൾട്ടർ ചെയ്യുന്നതിൽ നമ്മൾ നോക്കിയത് കുറെ മെത്തേഡുകളൊക്കെ നമുക്ക് ഇത് ചെയ്യേണ്ടി വന്നു അല്ലെ, ഡോട്ട് അപ്പൻഡ്, ഡോട്ട് എക്സ്റ്റെൻഡ്. ഡിക്ഷണറിയുടെ കേസിൽ ഇതിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന സാധനങ്ങളോ അപ്പൻഡ് എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും ഡിക്ഷണറിയിലേക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ഷണറിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ മെത്തേഡുകൾക്ക് ഒരു അർത്ഥമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു അർത്ഥം വരാൻ സാധ്യതയുള്ള സാധനം എന്താ പറയാമോ? നമുക്ക് അപ്പൻഡ് ചെയ്യുന്ന രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു എലിമെന്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എലിമെന്റ് ഇതിനകത്തേക്ക് ഇടുക. ഇനി വേറെ കാര്യം, ഡിക്ഷണറിക്ക് പ്രത്യേകിച്ച് ഡിക്ഷണറിക്ക് ഈ സോർട്ടിങ്ങോ ഓർഡറിലോ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഓർഡറിൽ ഇങ്ങനെ സ്റ്റോർ ആവും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന കീ 1, 3, 2 ഇതിന് പ്രത്യേകിച്ച് സോർട്ടിങ് ഒന്നുമില്ല. കാരണം ഡിക്ഷണറി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക എങ്ങനെയാ, നമ്മള് ഇതിന് വാല്യൂ കൊടുത്തിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഡിക്ഷണറിയിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാ അത് പറയാം. ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യുന്നത്, നമ്മൾ കീ ഓൾറെഡി അറിയാവുന്ന രീതിയിലായിരിക്കും നമ്മൾ പിന്നെ പെരുമാറുക അല്ലെ. ഇതാ ഇങ്ങനെയല്ലേ, മൈ ഡിക്ഷണറി എന്നിട്ട് നമ്മൾ കീ കൊടുത്തു അല്ലെങ്കിൽ എ കൊടുത്തു. അപ്പൊ ഇതിനകത്ത് നമുക്ക് സോർട്ടിങ്ങിന്റെ കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇടയ്ക്ക് ഈ പിന്നെ നമ്മൾ തിരികെ കയറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തായിരുന്നു, അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇൻസേർട്ട് അല്ലെ. ആ പരിപാടികൾക്ക് ഇവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും ഇതിനകത്ത് ഒരു ഡിക്ഷണറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം, ഡിലീറ്റ് ആയിരിക്കും അല്ലെ, ആണോ അല്ലെ? അതെ അതെ. അപ്പൊ നമുക്ക് ഒരു ഡിക്ഷണറിയിലെ ഒരു എലിമെന്റിനെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. ഓരോ എലിമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് ചെയ്യുന്നതിന് 2 രീതിയിലുണ്ട്. എന്തൊക്കെയാ, ഒന്ന് നമുക്ക് ഡിക്ഷണറിയിലെ ഒരു എന്താ പറയാ ഒരു കീ വാല്യൂ പെയറിനെ, ഒരു കീനെ മൊത്തത്തിൽ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഡിക്ഷണറിയെ മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ഈ ക്ലിയർ ചെയ്യുന്നത് എന്തിനാ, ക്ലിയർ ചെയ്യുന്നത് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോ ഇനി അത് ആവശ്യമില്ല, ആ ഒരു കീയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കളയാം. അപ്പൊ അതിന് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ലിസ്റ്റിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡിലീറ്റ് ആയിരുന്നു അല്ലെ. 2 സാധനങ്ങൾ കണ്ടിരുന്നു, മൈ ഡിക്ഷണറി ഡോട്ട് ഡിലീറ്റ്
ഈ മറ്റേ ലിസ്റ്റിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയാ. എന്നിട്ട് നമ്മൾ അതിന്റെ ഇത് കൊടുക്കും, എന്താ വാല്യൂ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. കണ്ടോ, ഡിലീറ്റ് ഇതിനകത്തില്ല. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്, നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ കണ്ട സാധനം എന്തായിരുന്നു, പോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെ. പോപ്പ് നമ്മൾ ലിസ്റ്റിനകത്ത് കണ്ടത് ഏറ്റവും അവസാനമുള്ള അല്ലെ, ഏറ്റവും ലാസ്റ്റിലുള്ള സാധനത്തിനെ റിമൂവ് ചെയ്യുന്നതിന് പോപ്പ് ഉപയോഗിച്ചായിരുന്നു അല്ലെ. ഇതിനകത്ത് ഡിക്ഷണറിയിലേക്ക് എത്തുമ്പോൾ പോപ്പ് ശരിക്കും ഒരു ആർഗ്യുമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഡിക്ഷണറിയിൽ വരുമ്പോൾ അതിനെ പോപ്പ് ഐറ്റം എന്നാണ് എഴുതുക. പോപ്പ് ഐറ്റം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ലാസ്റ്റ് കീ വാല്യൂ പെയർ റിമൂവ് ആവും. കണ്ടോ, ബനാന റിമൂവ് ആയി. അപ്പൊ ലിസ്റ്റില് പോപ്പ് ആയിരുന്നുവെങ്കിൽ ഡിക്ഷണറിയിലേക്ക് എത്തുമ്പോൾ അത് പോപ്പ് ഐറ്റം ആവും. പക്ഷേ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം, പോപ്പ് ഐറ്റം ഉപയോഗിക്കാൻ പാടില്ല ഒരു രീതിയിൽ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിന്റെ ഓരോ വെർഷനുകൾ വരും. ഇപ്പോഴാണ് പൈത്തണിലെ ലിസ്റ്റിന് ഡിക്ഷണറിക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഓർഡറിൽ സ്റ്റോർ ചെയ്യുന്ന സ്വഭാവം വന്നത്. പഴയ വെർഷനുകളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിനെ പോലെ, ഏകദേശം സെറ്റിനെ പോലെ പെരുമാറുമായിരുന്നു കീ വാല്യൂ പെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതുപോലെ സ്റ്റോർ ആവും, പക്ഷെ ആ ഓർഡറിലായിരിക്കില്ല സ്റ്റോർ ആവുന്നത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോപ്പ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഏത് കീ ആണ് റിമൂവ് ആവുന്നതെന്ന് നമുക്ക് മുന്നേ പറയാൻ പറ്റില്ല, റാൻഡം ആയിട്ടായിരിക്കും. അപ്പോൾ പോപ്പ് ഐറ്റം ഉപയോഗിക്കരുത്. പോപ്പ് ഐറ്റം ഉപയോഗിക്കരുത്. പകരം നമ്മൾ നേരത്തെ കണ്ട പോപ്പ് ഉപയോഗിക്കുക. പോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കീയുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഏത് കീ ആണ് നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് ആ ഒരു കീ കൊടുക്കുക. നോക്കുക, നമ്മൾ കീ 3 കൊടുത്തു, 1 3 പിന്നെ 1 3 2 ആയിരുന്നു, 1 2 മാത്രമേ ഇപ്പൊ റീറ്റെയിൻ ആവുന്നുള്ളൂ. ഓക്കെ, ഇത് ഇനി നമ്മൾ മുമ്പ് ഒരു കീവേഡ് കണ്ടായിരുന്നു, അതിന്റെ പേരെന്താ, ഡെല്ല്. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഡെൽ എന്ന് പറയുന്ന സാധനം, ഡെൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെല്ല് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെല്ല് ശരിക്കും ഒരു കീവേഡ് ആണ്. ഓക്കെ, ഡെല്ല് വീണ്ടും ഞാൻ പറയുന്നു, ഡെല്ല് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഡെല്ല് ഉപയോഗിക്കേണ്ട ഒരു ഇതെന്താ, ഈ മൊത്തത്തില് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ഭയങ്കരമായ ഒരുപാട് വേരിയബിൾസ്, ഒരുപാട് വലിയ ഡിക്ഷണറി ഒക്കെ വരുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിക്ഷണറി ഇനി നമുക്ക് ആവശ്യമില്ല, ഇനി നമ്മൾ അതിനെ കോളേ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡെല്ല് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡെല്ല് നമ്മൾ ഈ കണ്ട പോപ്പ് തന്നെ, പോപ്പിന്റെ അതേ ഫങ്ഷനാലിറ്റി ഡെല്ലിൽ കിട്ടും. എങ്ങനെയാ, ചെറിയൊരു അക്ഷരത്തെറ്റാണ്, വേറൊന്നും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഡെൽ മൈ ഡിക്ഷണറി 3. അപ്പൊ ഈ ഡെൽ കീവേഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. കാര്യം വേറൊന്നുമല്ല, അതൊരു കീവേഡ് ആണ്. അത് ഉപയോഗിക്കേണ്ടത് ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. നമുക്ക് മൊത്തത്തിൽ മൈ ഡിക്ഷണറി എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ ഇതാ. അപ്പൊ ഡെല്ലിന്റെ ഒരു പ്രത്യേകത എന്താ, ഡെല്ല് വിളിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ അത് പിന്നീട് പെരുമാറുക ഇങ്ങനെ ഒരാള് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു വേരിയബിള് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാ, ഡെല്ലിന് മുമ്പ് വരെ ആ ഒരു വേരിയബിൾ ഉണ്ട്, മൈ ഡിക്ഷണറി എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഡെല്ലിന് ശേഷം പിന്നീട് അത് അങ്ങനെ ഒരു സാധനം ഡിഫൈനേ ചെയ്തിട്ടില്ല എന്നായിരിക്കും ഇത് പറയുക. ഓക്കെ, ഇനി ഇങ്ങനെ ഈ ഡെല്ല് എന്താ ചെയ്യുക, അത് മൊത്തത്തിൽ റിമൂവ് ചെയ്യാണ്. നമുക്ക് ഇതിനകത്ത് വേറെ സാധനം കൂടി ഉണ്ട്, മൈ ഡിക്ഷണറി
ക്ലിയർ. കണ്ടോ, നമ്മൾ മുമ്പും ക്ലിയർ കണ്ടിരുന്നു, വേറൊന്നുമല്ല, ഇത് ഇതിനെ മൊത്തത്തിൽ എം ടി ആക്കും. അപ്പോ ഡെല്ല് എന്താ ചെയ്യാ, ഡെല്ല് ഇതിനെ മൊത്തത്തിൽ ഡെഫിനിഷൻ തന്നെ എടുത്ത് കളയുമെങ്കിൽ മൈ ഡിക്ഷണറി ഡോട്ട് ക്ലിയർ എന്ന് വെച്ചാൽ ക്ലിയർ മെത്തേഡ് എന്താ ചെയ്യാ, ക്ലിയർ വേറൊന്നും ചെയ്യില്ല, ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം റിമൂവ് ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു ഡിക്ഷണറി, അപ്പൊ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇതിന്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിക്ഷണറി തന്നെയായിരിക്കും അല്ലെ, ഇപ്പോഴും ഡിക്ഷണറിയാണ്, പക്ഷെ അതൊരു എം ടി ഡിക്ഷണറിയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ശരിക്കും മെത്തേഡ്സിൽ, ഡിക്ഷണറിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓൾട്ടർ ചെയ്യുന്നതും ക്ലിയർ ചെയ്യുന്നതും ഒക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും മെത്തേഡ്സിൽ. അപ്പൊ ഞാന് സെക്കൻഡ് സ്ലൈഡ് അതിന്റെ വഴിക്ക് റീലോഡ് ആവട്ടെ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നോക്കണ്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ശരിക്കും നമുക്ക് എന്താ പറയാ ഡിക്ഷണറിയിലുള്ള മെത്തേഡ്സ്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു പരിപാടിയാണ് സെർച്ചിങ്. ഇപ്പൊ സെർച്ചിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മൾ ലിസ്റ്റിൽ സെർച്ച് ചെയ്ത് എങ്ങനെയാണ്, ലിസ്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്തത് ഇൻ എഴുതിയിട്ടാണ് അല്ലെ. ഇപ്പം ഞാൻ ലിസ്റ്റ് എഴുതുന്നു, മൈ ലിസ്റ്റ് 2, 8, 10. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ബൂളിയൻ നമുക്ക് റിട്ടേൺ ചെയ്യാം, എന്താ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ 8 ഇൻ മൈ ലിസ്റ്റ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കും, ട്രൂ വരും. ഇനി നമ്മൾ ഡിക്ഷണറിക്കകത്തും ഇതേ പരിപാടി പറ്റും, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഡിക്ഷണറിക്കകത്ത് നമ്മൾ ആപ്പിൾ ഒന്ന് സെർച്ച് ചെയ്യാം. ഫോൾസ് അതിര്. അപ്പോ പോട്ടെ, ആപ്പിൾ അല്ല, നമ്മൾ ചെറി ചെക്ക് ചെയ്യും. ചെറി വരുമോ നോക്കാം, അതും വരില്ല. ശരി, നമ്മള് 3 നോക്കാം. അപ്പൊ ഡിക്ഷണറിയിലേക്ക് എത്തുമ്പോ ഈ സെർച്ച് ഉണ്ടല്ലോ, സെർച്ചിങ് കീയില് മാത്രമേ സെർച്ച് ചെയ്യുള്ളൂ, അല്ലാതെ പോയിട്ട് അതിന്റെ വാല്യൂല് നോക്കില്ല. ഓക്കെ, വാല്യൂല് നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ലൂപ്പ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ലൂപ്പ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഡിക്ഷണറിക്കകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഡിക്ഷണറി എപ്പോഴും എന്താ, കീ ആണ് വരിക. എപ്പോഴും കീ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിക്ഷണറി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കീ വെച്ചിട്ടാണ് ഡിക്ഷണറിയുടെ പരിപാടികൾ മുഴുവനും. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ചെയ്തു. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇനി അടുത്തത് നമ്മൾ ശരിക്കും നമ്മളിപ്പോ ഡേറ്റ ടൈപ്പുകൾ എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. എന്തൊക്കെയാണ് നമുക്ക് പൈത്തണിലുള്ള ഡേറ്റ ടൈപ്സ്, ആരും പറയാമോ? നമ്മൾ ഇത്രയും നാള് ഡേറ്റ ടൈപ്പ് മാത്രമാണ് പഠിച്ചത്. സ്ട്രിങ്, ഇന്റിജർ, ഫ്ലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ളത് സ്ട്രിങ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. 3 ടൈപ്പ് നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇന്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ്. അതിനുശേഷം പിന്നീട് നമ്മൾ ബൂളിയനെ കണ്ടു, ബൂളിയൻ അല്ലെ. അപ്പൊ സ്ട്രിങ്, നമ്പർ, ബൂളിയൻ. അതിനുശേഷം പിന്നെ ഉള്ളത് ഐട്രബിൾസ് ആണ്, അല്ലെങ്കിൽ സീരീസ് എന്ന് പറയും. സീരീസ് അല്ല, സീക്വൻസ്. ഈ നമ്മൾ ഈ ഇപ്പൊ കണ്ട ഐട്രബിൾസിനെ സീക്വൻസ് എന്നും വിളിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ പോലെയുള്ള സ്ട്രക്ചർ. ഈ ബേസിക്കലി ഈ 4 എണ്ണമാണ്. പിന്നെ ഈ ഐട്രബിൾസ് അല്ലെങ്കിൽ സീക്വൻസിൽ നമ്മൾ വീണ്ടും 4 ടൈപ്പുകൾ കണ്ടു. എന്തൊക്കെയാണ്? ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ബേസിക് ആയിട്ട് നമുക്ക് പൈത്തൺ തരുന്ന ഡേറ്റ ടൈപ്സ്. ഓക്കെ, ഇനി പൈത്തണിൽ നമുക്ക് സ്വന്തം ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് പരിചയപ്പെടും. അതിനുശേഷം
നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പിന്നീട് അടുത്ത ഇതിലേക്ക് കടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ എങ്ങനെയാണ് ഫയൽ റീഡ് ചെയ്യുന്നത്, പൈത്തൺ എങ്ങനെയാണ് എന്ത് നമ്മുടെ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഏകദേശം തറവായിരിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റത്തിനകത്ത് ഈ ഫയൽ റീഡിങ്ങും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും നാൾ കമ്പൈലറിൽ ഈ ഓൺലൈൻ കമ്പൈലറിൽ തന്നെ ചെയ്യാൻ പറയുന്നത്. കാര്യം ഫയൽ റീഡിങ്ങോ ഫയൽ റൈറ്റിങ്ങോ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തെറ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫയല് പ്രശ്നം വരാം. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന എല്ലാവർക്കും ഒന്നും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒന്നും ഒരേ ടൈപ്പ് സിസ്റ്റം അല്ല. അപ്പൊ അതിന് ഉള്ള വഴികളും ഒക്കെ തപ്പി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് രണ്ട് സെഷനും കൂടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. എന്ന് വെച്ചാൽ പൈത്തൺ ഇത് വെച്ചിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിലെ കുറച്ച് മോഡ്യൂൾസ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് നമ്മൾ പിന്നെ ഇത് ചെയ്തിട്ട് റീയൂസ് ചെയ്യുന്ന പരിപാടി. അപ്പൊ അതിലേക്കൊക്കെ എത്തുമ്പം നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഏത് രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നേ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ പൊതുവെ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കടക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പ്രോഗ്രാമിങ്ങിൽ അടുത്തതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ ടൈപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ബേസിക്കിലേക്ക് നമ്മൾ ബേസിക് പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്കത് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര എളുപ്പമായിരുന്നു. ഏതാ? ഡേറ്റ ടൈപ്പ് കവർ ചെയ്യുക. അവിടെ ആകെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതെങ്ങനെയാ, ഒരു പ്രത്യേകം ഒരു ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഇതായിട്ടല്ല അവിടെ. എന്ന് വെച്ചാൽ നമ്മൾ നമ്പരും സ്ട്രിങ്ങും അറയും എന്നൊക്കെ പറയുന്ന ഒരു 3 എണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിനകത്ത് മെത്തേഡ്സ് എന്ന് പറയുന്ന പരിപാടികളില്ല, ആകെ ലെങ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എനിക്ക് ഒന്ന് 7 സെഷൻ എടുത്തിട്ടാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് തന്നെ കവർ ചെയ്യുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മൾ അടുത്ത ജമ്പ് ചെയ്ത സാധനം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കണ്ടീഷണൽ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ കണ്ടീഷൻസിന്റെ ബേസിസിൽ നമ്മൾ പ്രോഗ്രാമിനെ ഇത് എഴുതും. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പ്രോഗ്രാം എഴുതിയതിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബേസിക്കലി നമ്മൾ പ്രിന്റ് ചെയ്യുക, അതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക, ഇത്രയൊക്കെയല്ലേ ചെയ്തത്. പക്ഷെ ഇതൊക്കെ കണ്ടീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട സിറ്റുവേഷനുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് പൈത്തണിൽ എന്ത്? ഇഫ് അല്ലെ? ഇഫ്. അപ്പൊ പൈത്തന്റെ ഞാൻ വീണ്ടും പറയുന്നു, പൈത്തന്റെ സിന്റാക്സിൽ ഒരു ചെറിയ ഒരു ഇതുണ്ട്. ഇഫ് 3 ഈക്വൽ ടു അല്ല 3 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ഇതൊരു ട്രൂ റിട്ടേൺ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. if 3 greater than 2 print 3 greater than 2. ഇതാ 3 greater than 2 പ്രിന്റ് ചെയ്തു അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുകളിൽ അതേ സാധനം അല്ല പ്രിന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ 3 greater than 2. അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ അതിനുശേഷം കോളൻ കൊടുത്തു. കോളൻ കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു എന്താ പറയാ, ഇതൊരു കമ്പൈലർ ആയതുകൊണ്ട് ഓക്കെ, ഇതൊരു ഓൺലൈൻ കമ്പൈലറും അതുപോലെ തന്നെ ഇത് പൈത്തണിന് വേണ്ടി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടും ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മുന്നേ അറിയാം. പൈത്തണിൽ ഇഫിന് ശേഷം കോളന് ശേഷം കൊടുക്കുമ്പോൾ ഒരു ഇൻഡന്റേഷൻ കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഇതേ ബ്ലോക്കിൽ തന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പ്രിന്റ് ചെയ്താൽ എന്താ, ഇവിടെ അതേ ഇൻഡന്റേഷൻ മെയിൻറ്റെയിൻ ആവും. ഓക്കെ, നമ്മൾ നോട്ട് പാഡ് അതുപോലെയുള്ള സാധാ ടെക്സ്റ്റ് എഡിറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഈ ഇൻഡന്റേഷൻ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഓക്കെ, നോക്കിയാൽ മതി, ഞാനിത് കട്ട് ചെയ്യാം. ഇങ്ങനെ എഴുതിയാൽ ഇത് തെറ്റായിരിക്കും. കണ്ടോ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻഡന്റഡ് ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്ന സംഗതി പൈത്തണിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത് പൈത്തണിന്റെ ഒരു സ്ട്രെങ്ത് ആണ്. ചില ആൾക്കാർ പറയുന്നത് ഇത് പൈത്തണിന്റെ ഒരു വീക്ക്നെസ് ആണെന്നാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണില് ബാക്കിയുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ബ്ലോക്കുകൾ മിക്കവാറും ഒക്കെ ഡബിൾ ബ്രാക്കറ്റിനകത്താണ് വരിക. ഓക്കെ, നമ്മൾ ബേസിക്കിനകത്ത് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്കിനെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഗോ സബ് ഉപയോഗിച്ചിട്ട് എവിടെയാണോ ഗോ സബ് ഉള്ളത് അത്രയും എന്നിട്ട് എവിടെ ഗോ സബിന്റെ നമ്മൾ എന്ത് നമ്പർ കൊടുത്തു, 30 എന്ന് പറയുന്ന നമ്പർ കൊടുത്തതിന് ശേഷം 30, 40, 50, 50 നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ഒരു ബ്ലോക്കായി. പക്ഷെ അപ്പൊ അവിടെ ഓൾറെഡി ഏകദേശം ഒരു സ്ട്രക്ചർ ഉണ്ട്. സിയിലോ ജാവയിലോ ഒക്കെ എത്തുകയാണെങ്കിലും ഒരു ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരു ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഡബിൾ കോട്ട്സ് മീൻസ് ഡബിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. പൈത്തണിനകത്ത് ഇത് ഈ ഒരേ സ്പേസിംഗ് ഉള്ള സാധനങ്ങളാണ് ഒരു ബ്ലോക്കിൽ വരിക. അത് തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ പൈത്തൺ കോപിക്കും. ഓക്കെ അല്ലെ, നമ്മൾ അതും കണ്ടിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യും. കാര്യം എന്താ? ഇതിന്റെ അർത്ഥം ഈ ഒരു ബ്ലോക്ക് ഇവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാനിത് ഇങ്ങനെ എഴുതി എന്ന് വെച്ചു. കണ്ടോ? ഓക്കെ, ബൈയിൽ പ്രശ്നം വന്നു. കാര്യം എന്താ? ഇത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ ഇൻഡന്റിലേക്ക് പോകണം. എന്ന് വെച്ചാൽ ഇഫിനകത്ത് വരുന്ന ബ്ലോക്കാണ് ഇത് ഇഫിന് പുറത്ത് വരുന്ന ബ്ലോക്കാണ്. പക്ഷെ അപ്പോഴും ഇഫിന്റെ അതേ ഇൻഡന്റേഷനിൽ വരണം. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇഫ് ഓൾറെഡി ഒരു ഇൻഡന്റിൽ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം അതിനടിയിലുള്ളത് ഞാൻ വേറൊരു ഇൻഡന്റേഷൻ കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ ഇത് തെറ്റായിരിക്കും. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇഫിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെയും ഇതിനും ഒരു ഇൻഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഇൻഡന്റ് കൊടുക്കാൻ ഒന്നെങ്കിൽ സ്പേസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇവിടെയും ഇത് കണ്ടോ, അടുത്ത പ്രശ്നം വരുന്നു. അപ്പം ഇൻഡന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതില്? പൈത്തണില് വരുമ്പോൾ ബ്ലോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതില് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൈത്തണിനകത്ത് ഇപ്പൊ നോക്കുക, വേറെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു 100 ലൈൻ ഉള്ള ഒരു ബ്ലോക്ക് എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം അതിനെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ? ആ ഡബിൾ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഡബിൾ ബ്രാക്കറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പൈത്തണിൽ എത്തുമ്പോൾ ഈ 100 ലൈനുള്ള ബ്ലോക്ക് ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ബ്ലോക്ക് തീർന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ കുറെ ലൈനൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, റീഡബിലിറ്റിയെ ബാധിക്കും. ഇതാണ് പൈത്തണിന് പുറത്തുള്ള മീൻസ് പൈത്തണിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത്. പൈത്തണിനകത്ത് റീഡബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും റീഡബിലിറ്റി അത്ര സുഖമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ പൈത്തണിന്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണില് ഇങ്ങനെ ഭയങ്കര നീളമുള്ള ബ്ലോക്കുകൾ എഴുതരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, പൈത്തണിൽ അങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സാധനം വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും ഒരേ സാധനം എഴുതാൻ പാടില്ല. ഒരുപാട് നീളമുള്ള പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ഒരുപാട് നീളമുള്ള ബ്ലോക്കുകൾ പാടില്ല. അങ്ങനെ ബ്ലോക്ക് നീളമുള്ളതാവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫംഗ്ഷൻ ആക്കി മാറ്റണം എന്നാണ്. അത് പൈത്തൺ അല്ല, മിക്ക പ്രോഗ്രാമുകളും ഇത് തന്നെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് പൈത്തണിനകത്തുള്ളത്. അപ്പോൾ ഈ ഇൻഡന്റിന്റെ കാര്യം എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. അപ്പൊ ഇൻഡന്റ് നമുക്ക് കൊടുക്കാം, ഒന്നെങ്കിൽ നമ്മുടെ കീബോർഡിലെ ടാബ് ബട്ടൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്പേസുകൾ ഉപയോഗിക്കാം. ഒരു സ്പേസ് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കൂ, ഒരു സ്പേസ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. പക്ഷെ അത് നമ്മുടെ റീഡബിലിറ്റി ബാധിക്കും. കണ്ടോ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒറ്റ സ്പേസ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. സാധാരണ പറയുന്നത് നിങ്ങൾ സ്പേസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻഡന്റേഷന് 3 സ്പേസ് കൊടുക്കുക. 1, 2, 3. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് റീഡബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ പെട്ടെന്ന് പിടിക്കും. അടുത്ത ബ്ലോക്ക് ഞാൻ വീണ്ടും പ്രിന്റ്, ഞാനിവിടെ മെയിൻ ബ്ലോക്ക് എന്ന് എഴുതാം.
അപ്പൊ നമുക്ക് ഇവിടെ നോക്ക്, ഇത് വേറൊരു ബ്ലോക്ക് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2 എണ്ണം ഇട്ടാൽ ഇതിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നോക്ക്, ഒരെണ്ണമേ ഇടുന്നുള്ളെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ. അപ്പൊ 3 എന്ന് പറയുന്ന ഒരു നല്ലൊരു നമ്പർ ആണ് എന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ടാബ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും അത് 4 സ്പേസിന് ഇക്വലന്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 സ്പേസ്, നിങ്ങൾ കീബോർഡ് സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്, 3 സ്പേസ് മതിയാവും. അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കുക. ടാബാണ് പൊതുവെ ഉപയോഗിക്കാൻ എളുപ്പമുള്ളത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എഡിറ്ററുകളെ ഡിപ്പെൻഡ് ചെയ്യും ഭയങ്കരമായിട്ട്. ഓക്കെ, ഇപ്പോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി, ഇതൊരു ഹൈ എൻഡ് എഡിറ്റർ ആണ്. ഇതിന് കുറച്ച് കേപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. വേറൊന്നുമല്ല, അത് നമ്മുടെ എന്ന് വെച്ചാൽ കോഡിനകത്ത് ഇപ്പം നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇന്റന്റിന് വേണ്ടി സമയം കളയാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മളെ പ്രോഗ്രാമിംഗ് കുറെ സ്ലോ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി ആരെങ്കിലും ഇന്റന്റ് ക്രിയേറ്റ് ചെയ്ത് തരുമെങ്കിൽ അതിലെ സുഖം. അപ്പം ഇത്രയൊക്കെയാണ് ഇഫ്. ഓക്കെ, നമ്മൾ മുന്നേ തന്നെ കണ്ട സാധനമാണ് ഇഫ് 3 > 2. ഓക്കെ, അപ്പൊ ഇഫ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി ഇഫിനകത്ത് ഞാനിവിടെ ഭയങ്കര സിമ്പിൾ കണ്ടീഷനാണ് ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആൻഡോ ഓറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇത് എഴുതാം. ബേസിക്കലി ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടീഷനെ ബ്രാക്കറ്റിനകത്ത് ഇടുക. അപ്പം 3 > 2, അതിനുശേഷം ആൻഡ് 5 > 3 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ആൻഡ് വെച്ചിട്ട്, അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് കൊടുക്കുന്ന കണ്ടീഷനുകൾ ആൻഡും ഓറും ഒക്കെ ചേർത്തിട്ട്, അപ്പൊ ആൻഡും ഓറും ഒക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നില്ല. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ്. ഇനി നമ്മൾ ഈ 3 ഉം 2 പോലെയുള്ള സ്ഥിര നമ്പറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോ നമ്പർ 1ഉം നമ്പർ 2ഉം ഉപയോഗിക്കാൻ പോകും. ഓക്കെ, നമ്പർ 1 എന്ന് പറയുന്നത് 5ഉം 2 എന്ന് പറയുന്നത് 3ഉം. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതാൻ പോവാം, num1 > num2. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാലോ, num1 > num2. ഓക്കെ, നമ്മുടെ ഇഫ് കണ്ടീഷൻ ഓക്കെ. അപ്പൊ ഇഫിനകത്തുള്ള ബ്ലോക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണം സാധാരണ പ്രോഗ്രാം. ഈ ഇഫിനകത്ത് വരുന്ന വേറൊരു സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ആവേണ്ട ബ്ലോക്കാണ് നമ്മൾ ഇഫിനകത്ത് കൊടുക്കുക. ഇനി ആ ഇഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആള് എൽസ് ആണ്. അപ്പൊ എൽസ് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇൻഡന്റേഷൻ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എൽസ് എഴുതേണ്ടത്. എന്നിട്ട് എൽസിന്റെ അടുത്ത ഇൻഡന്റേഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ എൽസ് ഇങ്ങനെ, എൽസിന് ശേഷം കോളൻ കൊടുക്കണം. എന്നിട്ട് പ്രിന്റ് num1 not greater than num2. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനെ num1ന്റെയും num2ന്റെയും വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. num1 2 ആക്കാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയില്ലേ, num1 > num2 ഇത് ഫോൾസ് ആയി. എൽസിന്റെ ബ്ലോക്ക് ആണ് പിന്നീട് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, എൽസിന്റെ പോർഷൻ ആണ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, ഇനി ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ, മനസ്സിലായോ? num2 > ഇതിനകത്ത് എഴുതിയേക്കുന്നത് num1 not greater than num2 ആണ്. അപ്പം അതിനകത്ത് വേറൊരു കണ്ടീഷനും കൂടി വരാം. എന്താ, ഒരു ഇഫ് കണ്ടീഷനും കൂടി ഇതിനിടയ്ക്ക് വരും. എന്താ, നമ്പർ 1 നമ്പർ 2ഉം എന്താണ് ഈക്വൽ ആണെങ്കിൽ. അപ്പോ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഫോൾസ് എന്നുള്ളതല്ലാതെ ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക്
എലിഫ് എന്ന് പറഞ്ഞ് എഴുതാം. എലിഫ് എന്ന് പറയുന്നത് എൽസ് ഇഫ്. ഫസ്റ്റ് ഇഫ് വരും, അതിനുശേഷം എൽസ് വരും. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എലിഫ് ഇടയ്ക്ക് എഴുതാം. ഓക്കെ, എൽസ് ഇഫ് ആണ്, എൽസ് ഇഫ് ആണ് എലിഫ് അയക്കുന്നത്. ഓക്കെ, num1 ഈക്വൽ ടു num2. അതെ അല്ലേ? ഇതിനകത്ത് ഈക്വൽ ടു നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. പ്രിന്റ് num1 ഈക്വൽസ് num2. കണ്ടോ? അപ്പൊ ഇഫും എൽസും അല്ലാതെ നമുക്ക് ഇടയ്ക്ക് ഒരു എലിഫും കൊടുക്കണം. പക്ഷെ എലിഫ് ഒരിക്കലും എൽസിന് ശേഷം വരരുത്. കാര്യം പറഞ്ഞു. കണ്ടോ? എൽസിന് ശേഷം അല്ല വരേണ്ടത്, എൽസിനും ഇഫിനും ഇടയ്ക്ക് തന്നെ ആവണം. എന്ന് വെച്ചാൽ ഇഫിനും എൽസിനും ഇടയ്ക്ക് വേണം എലിഫ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്ക് ഒന്നിലധികം എലിഫുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിലധികം എലിഫുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഇത് നോക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ കണ്ടീഷൻ ഇത് ഗ്രേറ്റർ ദാൻ ആണ്. അടുത്തത് നമ്മൾ ഇത് ചിലപ്പോൾ ഈക്വൽ ആവാം, ഇനി നമ്പർ 1 ലെസ് ആവാം. ഓക്കെ, ഈ ലാസ്റ്റ് കണ്ടീഷൻ ശരിക്കും ഒരിക്കലും പിന്നീട് വരാൻ പോകുന്നില്ല, ഞാൻ വെറുതെ ഇട്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 3ഉം 2ഉം എടുത്തിട്ട് നോക്കാണ്. നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2. ഇവിടെ ശരിയായല്ലോ. ഇനി 2ഉം 2ഉം കൊടുക്കാണ്. നമ്പർ 1 ഈക്വൽസ് നമ്പർ 2. ഓക്കെ, ഇനി ഞാൻ 2ഉം 3ഉം കൊടുക്കാണ്. നോക്കാം, num1 ലെസ് ദാൻ num2. അപ്പോ ഇങ്ങനെയാണ്, ഇതാണ് ശരിക്കും ഒരു നമ്മൾ എന്താ പറയാ കണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്നൊക്കെ പറയാവുന്ന സാധനങ്ങളിൽ എപ്പോഴും വരുന്നത്. അപ്പൊ ഇഫ്, എലിഫ്, എൽസ്. അപ്പൊ എലിഫ് എത്ര വേണമെങ്കിലും ആവാം, പക്ഷെ ഒരു ഇഫ്, എലിഫ്, എൽസ് ഈ ഒരു ട്രീക്കകത്ത് ഒരു ഇഫും ഒരു എൽസും മാത്രമേ പാടുള്ളൂ. മനസ്സിലായോ? അതിനുശേഷം നമുക്ക് എലിഫ് എന്ന് പറയുന്ന രീതിയിൽ. പക്ഷെ എലിഫിന്റെ ഉപയോഗം ശരിക്കും എന്താ പറയാ, നമ്മൾ അത്ര കാര്യമായിട്ട് എലിഫ് അങ്ങനെ ഒരുപാടെണ്ണം ഉപയോഗിക്കാനും പാടില്ല. കാര്യം എന്താണെന്നറിയോ? പിന്നെ നമ്മുടെ കോഡിനകത്തുള്ള ഇങ്ങനെ ഇഫും എൽസും പോലെയുള്ള സാധനങ്ങളിലൊക്കെ വരുമ്പോൾ എപ്പോഴും അത് ഷോർട്ട് ആക്കാൻ നോക്കണം. മനസ്സിലായോ? ഇത് കുറച്ചും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ഒരു സ്ക്രീനിനകത്ത് നിൽക്കുന്ന അത്രയും കണ്ടീഷൻസ് മാത്രമേ ഒരു ഇഫ്, എലിഫ്, എൽസ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫിനെ പിന്നീട് നമ്മൾ വേറെ എൽസിനകത്ത് വേറൊരു ഇഫ് എഴുതി യൂസ് ചെയ്യണം എന്നാണ് പറയുക. ഓക്കെ, അപ്പം അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഈ എൽസ് ബ്ലോക്കിനകത്ത് നോക്കാം, ഈ എലിഫുകൾ എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. എൽസിനകത്ത് പുതിയ ബ്ലോക്കുകളായിട്ട് എഴുതാം. ഓക്കെ, എലിഫ് അല്ല, നോക്കാം, എൽസിനകത്ത് വേറെ ഇഫ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് പൊതുവെ നമ്മൾ മീൻസ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയാറ്. കാരണം എലിഫ് ഒരുപാട് കണ്ടീഷൻസ് വരും. അപ്പോൾ അതിനെയെല്ലാം എൽസിനകത്തുള്ള ഇൻഡിവിജ്വൽ വേറെ ബ്ലോക്കുകളായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് റീഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. കാര്യം എന്താണെന്ന് വെച്ചാൽ എലിഫ് ഇങ്ങനെ കുറേ നീളമുള്ള കുറേ കണ്ടീഷൻസ് ആയിട്ട് പോവാം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എഴുതാം. പകരം നമ്മൾ കുറച്ച് എന്താ പറയാ, ഒരു പേജിനകത്തൊക്കെ നിൽക്കുന്ന അത്ര കണ്ടീഷൻസേ ഉള്ളൂ, ഒരു 10 കണ്ടീഷൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ എലിഫ് വേണമെങ്കിൽ ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പൊതുവെയുള്ള രീതി. ഓക്കെ, ഇനി അടുത്ത സെഷനിൽ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇഫ്, എലിഫ്, എൽസ് ഇത് എടുത്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതുപോലെ സ്ട്രിങ്ങിന്റെ കമ്പാരിസൺ
ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ബ്ലോക്കുകൾ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നാളെ നമ്മൾ അപ്പൊ ഇന്ന് ഉദ്ദേശിച്ച ടോപ്പിക്സ് എല്ലാം ഫിനിഷ് ചെയ്തു. നാളെ നമ്മൾ ജമ്പ് ചെയ്യാൻ പോകുന്നത് ലൂപ്പുകളിലേക്കാണ്. ഓക്കെ, ലൂപ്പ് നമ്മൾ ബേസിക്കിനകത്ത് കണ്ട സാധനമാണ്. ലൂപ്പ് എന്താ? ഒരേ സാധനത്തിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ആകെ നമ്മുടെ എന്താ പറയാ, ലൂപ്പ് ചെയ്യുന്ന വേരിയബിള് മാറുന്നു. നമ്മൾ ലൂപ്പ് വെച്ചിട്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ അന്ന് എഴുതിയായിരുന്നു. അപ്പൊ ആ ലൂപ്പുകൾ നമ്മൾ ഒന്ന് പരിചയപ്പെടും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലൂപ്പും ഇഫും ഒക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് ചെയ്ത പ്രോഗ്രാംസ് പൈത്തണിനകത്ത് ഒരു വട്ടം ചെയ്യണം. ഓക്കെ, അതും വരും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമ്മൾ അന്ന് പൈത്തണുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. സ്വന്തമായിട്ടുള്ള ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്.